പലപ്പോഴും നമ്മളൊക്കെ നമ്മൾ പോലും അറിയാതെ ആരുടെയെങ്കിലുമൊക്കെ ടൈം പാസ്സായിട്ട് പോകുന്നുണ്ട്. ചിലരൊക്കെ നമ്മളോട് വലിയ സ്നേഹം കാണിച്ച് ഒരുപാട് മെസ്സേജ് അയക്കലും ഒരുപാട് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് അവർ നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ അവരോട് തിരിച്ച് ആ ഒരു അഫെക്ഷൻ കാണിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ അവരുടെ ഒരു ടൈം പാസ് മാത്രമാണെന്ന്. പലപ്പോഴും നമ്മൾ ടൈം പാസ്സായിട്ടിരിക്കുന്നു, അത് നമ്മൾ ടൈം പാസിന് വേണ്ടി ചിലരോട് സംസാരിച്ചിട്ട് പിന്നീടായിരിക്കും നമ്മൾ അടുക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമാണ് പിന്നീട് ഒരു വിവാഹത്തിലേക്കോ മറ്റോ പോകുന്നതെങ്കിൽ സ്വാഭാവികമാണ്. എല്ലാവരും എല്ലാവരോടും ലൈഫ് പാർട്ട്ണർ ആകണം എന്ന പ്രതീക്ഷയോടെയൊന്നുമല്ല സംസാരിക്കുന്നു തുടങ്ങുന്നതൊക്കെ, വെറുതെ ആയിരിക്കും. പിന്നീട് എപ്പോഴോ നമ്മൾ തിരിച്ചറിയും, ഇത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആക്കിയാൽ കൊള്ളാവുന്ന ഒരാളാണെന്ന്. അന്ന് നമ്മൾ അയാളോട് ആ രീതിയിൽ ഇടപെടാനും പ്രപ്പോസ് ചെയ്യാനും പിന്നീട് അതൊരു കല്യാണത്തിലേക്കൊക്കെ പോകാനും ഒക്കെ. ഇല്ല, ഒരാൾ മാത്രം അതൊരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോവുകയും മറ്റേ അതൊരു ടൈം പാസ്സായിട്ട് മാത്രം കാണുകയും ചെയ്യുന്നു. വിവാഹത്തിന് ശേഷവും അങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ അവരുടെ ഒരു ടൈം പാസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ നമ്മൾ പ്രതിസന്ധിയിലുണ്ടെങ്കിൽ അവരെങ്ങനെ നമ്മളെ സഹായിക്കും അതിനെപ്പറ്റി ചിന്തിക്കാം. ഒരിക്കൽ നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ വഴി തെറ്റി നിങ്ങൾ എവിടെയെങ്കിലും ആയിപ്പോയി. ഇയാൾ നമ്മുടെ കൂടെ ഇല്ല, അയാൾ ദൂരത്ത് എവിടെയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിലേക്ക് ഇയാളാണ് ആദ്യം ഓടിയെത്തുക. അപ്പോൾ അയാളുടെ റെസ്പോണ്ട് എന്താണ്? അയാൾ എത്രത്തോളം നമ്മളെ സഹായിക്കും? അങ്ങനെ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും നമ്മളെ ടൈം പാസ്സായിട്ട് കണ്ടിട്ടുണ്ടാകത്തില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ അയാൾ തയ്യാറായില്ല, അയാൾക്ക് അറിയത്തില്ല എന്നുള്ളൊരു വാചകത്തിൻ്റെ പേരിൽ നമ്മളെ ഒഴിവാക്കുകയും പിന്നീട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ ഒരു ടൈം പാസ്സായിട്ടാണ് കാണുന്നത്. അയാൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത്രയും ഒരു പ്രാധാന്യം കൊടുത്താൽ മതി. ഇനി എപ്പോഴും നമ്മൾ അയാളെ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളോട് അങ്ങനെ പെരുമാറിയാലും അയാളുടെ അറിവില്ലായ്മയായി കണ്ട് നമ്മളത് ക്ഷമിച്ചു കളയും. അതൊരു റെഡ് ഫ്ലാഗാണെന്ന് നമ്മൾ തിരിച്ചറിയത്തില്ല. ഏറെ വൈകി അത് തിരിച്ചറിയുന്നതിലും നല്ലതാണ് കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും ആദ്യമേ അത് തിരിച്ചറിയുന്നത്. ആർക്കും രണ്ടാമതൊരവസരം കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എത്ര അവസരങ്ങൾ കൊടുത്താലും അവരത് പഠിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾ ആ കൊടുക്കുന്ന ഓരോ അയാളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അവർക്ക് വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരാൾക്ക് ഒരവസരം മതി, രണ്ടവസരം മാക്സിമം അത്രയും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ആരെയും സ്നേഹിക്കേണ്ടതില്ല. ആരുടെ ഒരു ടൈം പാസ്സായി നമ്മൾ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ട ഒരു കാര്യം